എന്നിട്ട് പാസ്ത ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് തിളയ്ക്കാൻ വെക്കുക. പാസ്തയുടെ അളവനുസരിച്ച് വെള്ളമെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിക്കുക. ഓയിൽ ഒഴിക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ പാസ്ത അതിലേക്ക് ഇടുക. അത് പാസ്ത ഒരു 5 മിനിറ്റോളം ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് കുക്കാകണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പാസ്ത മാറ്റി വെക്കാം. മാറ്റി വെക്കുമ്പോൾ കുറച്ച് ഓയിലും കൂടെ പാസ്തയിൽ ഒഴിച്ചു കൊടുത്താൽ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കും. ഒരു ഉരുളിയോ ചട്ടിയോ എന്തെങ്കിലും അടുപ്പിലോട്ട് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചോപ്പ് ചെയ്ത കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, കരിഞ്ഞു പോകാതെ. അതിൻ്റെ കൂടെ നമുക്കൊരു 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി കുറച്ച് സവോള കുറച്ച് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ക്യാരറ്റ് ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലോട്ട് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ നന്നായി കുറച്ചിടണം. ഇതെല്ലാം നന്നായി ഇളക്കി മൂപ്പിക്കുക. അതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ മുളക് പൊടി, അത് രണ്ടും നന്നായി ഇളക്കി മൂപ്പിക്കണം. അതിനുശേഷം കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് വേണ്ട ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂണോളം ഇറച്ചി മസാലപ്പൊടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അതിന് ശേഷം തക്കാളി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളി സോസ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. വെജിറ്റബിൾ ചേർക്കുന്ന കൂടെ നമുക്ക് തക്കാളിയും ചേർക്കാവുന്നതാണ്, ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പാസ്ത വേവിച്ച് മാറ്റി വെച്ചേക്കുന്നതിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇല്ലേ പാസ്ത ഒട്ടിപ്പിടിച്ചിരിക്കും. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ.